അങ്ങനെ പറഞ്ഞ ഒരു പ്രതിനിധി നിങ്ങളുടെ റിപ്പോർട്ടർമാരല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രതിനിധി ക്യാമ്പിൽ പറഞ്ഞിട്ടില്ല. ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത 1-2 റിപ്പോർട്ടർമാർ ക്യാമ്പിലെ ഡെലിഗേറ്റുകളല്ലാത്തതുകൊണ്ട് അകത്താർക്കും പറയാനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു തരത്തിലുള്ള സംസാരവും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഒരു മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു എന്നുള്ള തരത്തിലാണ്. ആ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, അങ്ങനെ ഒരു ചർച്ച കേട്ടിരുന്നോ എന്ന് ചോദിക്കാം. ഇവിടെ ഇത്രയും സംസ്ഥാന ഭാരവാഹികളിരിക്കുന്നു, ഞങ്ങളാരും അങ്ങനെ ഒരു വിമർശനം കേട്ടിട്ടില്ല. ആകെ കേട്ടത് നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞ വിമർശനമാണ്, അല്ലാതെ ഒരു വിമർശനം കേട്ടിട്ടില്ല. പിന്നെ അതെങ്ങനെയാണ് അതൊരു നീതീകരണമാകുന്നത്? എങ്ങനെയാണ്? ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായും ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ ഈ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടൊരു കമ്മിറ്റിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാവരും ജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിലൂടെ ചുമതലയേറ്റെടുത്തൊരു കമ്മിറ്റി ഞാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു എന്നതിൻ്റെ പേരിൽ രാജിവെക്കുകയാണെങ്കിൽ ആദ്യം തിരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ്സുകാരോട് എനിക്ക് എന്ത് ബാധ്യതയും എന്ത് കമ്മിറ്റ്മെൻറ്റുമാണ് ഉള്ളത്? അതിനകത്തൊരു ധാർമ്മിക പ്രശ്നമില്ല. എന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും തിരഞ്ഞെടുത്തതല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാർ എന്നെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും തിരഞ്ഞെടുത്തതാണ്. ഞങ്ങൾ ജനപ്രതിനിധികളാകുന്നതോട് കൂടിയിട്ട് അത് രാജിവെച്ചാൽ ഞങ്ങളെ തിരഞ്ഞെടുത്ത ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നത്? പിന്നെ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നൊരു അയോഗ്യതയൊന്നുമല്ലല്ലോ. ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അവസരവും ജനങ്ങളുടെ ഒരു അംഗീകാരവുമാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരിൽ പലരും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചവരും വിജയിച്ചവരും അതിൻ്റെ ഭാഗമായവരൊക്കെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത്തരത്തിലുള്ളൊരു ആലോചന ഇല്ല, എനിക്കുമില്ല, സഹപ്രവർത്തകർക്കും അത്തരത്തിലുള്ള ആലോചന. അല്ല, അതുമായി ബന്ധപ്പെട്ട് അതാ പറഞ്ഞത്. അതായത് ഈ മാധ്യമപ്രവർത്തകരെ ഈ പ്രമേയത്തിൽ പങ്കാളികളാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവ്യക്തമായ വാർത്തകൾ വരുന്നത്. ഒരു സംഘടനയ്ക്കകത്ത് നടന്നൊരു പ്രമേയത്തെ പറ്റിയിട്ടുള്ളൊരു വാർത്ത പുറത്ത് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും എല്ലാവരുടെ അനുവാദത്തോടു കൂടി പറഞ്ഞാൽ അങ്ങനൊരു ടോപ്പിക്ക് ഡിസ്കഷനിൽ വെച്ചിരുന്നു. അപ്പം ഞാനൊരു മാധ്യമത്തിൻ്റെതായ വാർത്ത കണ്ടത് 40 വയസ്സ് എന്നത് പാസ്സാക്കിയെന്നതാണ്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ചയിൽ 14-ൽ 12 ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം കൂട്ടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് 14-ൽ 12 ജില്ലാ കമ്മിറ്റികളും പറഞ്ഞത്. സ്വാഭാവികമായും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു താല്പര്യം തന്നെയാണല്ലോ ഉണ്ടാകുക. ഇനിയും സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു പ്രമേയം വെച്ചതും ഞങ്ങൾക്ക് ആർക്കെങ്കിലും തുടരാൻ വേണ്ടിയിട്ടല്ല. ഒരവസരം കൂടെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. പക്ഷേ ആയുർദൈർഘ്യം വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ 35 വയസ്സ്, എനിക്കിപ്പോൾ 35 വയസ്സായി, അബിന് 35 വയസ്സായി, ജനീഷ് 35 വയസ്സായി, ഞങ്ങളാരും അത്ര പ്രായമായിട്ടില്ല, ഞങ്ങളുടെ ചെറുപ്പം പോയിട്ടില്ല എന്നാണ് ഞങ്ങളെക്കാൾ മുതിർന്ന പ്രവീൺ അടക്കമുള്ള ആളുകളുടെ അഭിപ്രായം. പ്രവീണിൻ്റെ പോലും ചെറുപ്പം പോയിട്ടില്ലെന്നാണ് പ്രവീൺ വരെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആംഗിളിൽ ഞങ്ങളുടെ ചെറുപ്പം നഷ്ടമായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഒരു നിർദ്ദേശമായി വെച്ചതാണ്. ഒരു പോസിറ്റീവ് എൻഡിൽ ആയുർദൈർഘ്യവുമായി ബന്ധപ്പെട്ട് വെച്ചതാണ്. KSUവിൻ്റെയും പ്രായപരിധി വർദ്ധിപ്പിക്കണം 27-30 എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത്. പക്ഷേ അത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന 14-ൽ 12 ജില്ലാ കമ്മിറ്റികളും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ നിർദ്ദേശം നിലനിൽക്കുന്നില്ല.